ക്ലാസ്സിലെ 4ാമത്തെ അധ്യായത്തിലെ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതിലെ അവസാന ഭാഗമാണ് വലുതും ചെറുതും, ലാർജർ ആൻഡ് സ്മോളർ. അതായത് ഞാൻ 2 ഭിന്നസംഖ്യകൾ എടുക്കുകയാണ്. ആ ഭിന്നസംഖ്യകളാണ് 2/3, 2/5, അതുപോലെ 3/5. ഇതെന്താണ്? ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗമാണ്, കണക്കുകളാണ്. 2/5, 3/5. ഇതിലേതാണ് ചെറുത് വലുത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഡിനോമിനേറ്റർ ഛേദം രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ അംശം നോക്കുക. അംശം ഇവിടെ 2, 3. ഏതാണ് വലുത്? 3. അപ്പോൾ ഈ ഭിന്നസംഖ്യ ആയിരിക്കും വലുത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു സംഖ്യ പറഞ്ഞിട്ടുണ്ട്. 3/5, 2/5 തന്നിട്ടുണ്ട്. ആദ്യം ചോദിച്ചത് ഇതിൽ ഏതാണ് വലുത്, ഏതാണ് ചെറുത്? ഇതായിരിക്കും ചെറുത് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഭിന്നസംഖ്യകൾ തന്ന്, ഞാൻ അടുത്തൊരു ഭിന്നസംഖ്യയാണ് 3/8, അതുപോലെ 6/8. 3/8, 6/8. ഡിനോമിനേറ്റർ തുല്യമാണ്. അപ്പോൾ ന്യൂമറേറ്റർ നോക്കിയിട്ട് ഏതാണ് ചെറുത് എന്നെങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൽ 3 ചെറുത്, അപ്പോൾ 3 ആയിരിക്കും. 3/8 ആയിരിക്കും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊരു കണക്ക് ഞാൻ എഴുതി നോക്കാം. മറ്റൊരു കണക്കാണ് 5/8, 7/8. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ 5, ഇവിടെ 7. ഏതാണ് ചെറുത്? 5 ചെറുത്. ഇനി നമ്മൾ ചെറുതാണ് അല്ലെങ്കിൽ ചെറുത് എന്ന് കാണിക്കുന്ന ചിഹ്നമാണ് ലെസ് ദാൻ. എന്താണ് വായിക്കുക? ലെസ് ദാൻ അല്ലെങ്കിൽ ചെറുതാണ് എന്ന് കാണിക്കാനുള്ള ചിഹ്നം. ഇനി വലുതാണ് എന്ന് കാണിക്കാനുള്ളത് ഗ്രേറ്റർ ദാൻ എന്നാണ് ഈ 2 ചിഹ്നങ്ങളെ പറയുക. അപ്പോൾ ഇതിലെടുക്കുകയാണെങ്കിൽ, ഇതിൽ നോക്കുകയാണെങ്കിൽ ഏതാണ് ചെറുത്? 3/8 ചെറുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ചിഹ്നം ഇങ്ങോട്ട് ഇടുക. അപ്പോൾ 6/8 ചെറുതാണ് 3/8. ഇനി 5/8, 7/8 എടുത്തു. ചെറുത് 5/8, അപ്പോൾ ലെസ് ദാൻ ഈ ചിഹ്നം ഇടുക. ഇതിലാണെങ്കിലോ 2/5, 3/5. ഏതാണ് ചെറുത്? 2/5 ചെറുത്. ഇനി ഇവിടെ നോക്കി നോക്കൂ, ഇതേ സംഖ്യ 3/5 ആദ്യം എഴുതി, 2/5 രണ്ടാമത് എഴുതി. ഇതിലേതാണ് വലുത്? വലുത് ഏതാണ്? 3/5. അപ്പോൾ ഏത് ചിഹ്നം ഇടുക? ഗ്രേറ്റർ ദാൻ. 2/5 വലുതാണ് 3/5. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? മറ്റൊരു നമ്പർ പറയാം, 10/11. ഇനി വേറൊരു സംഖ്യ പറയുകയാണെങ്കിൽ 12/11 പറഞ്ഞു. ഇതിലേതാണ് ചെറുത്? 10/11. അപ്പോൾ ഏതാ ചിഹ്നം? ലെസ് ദാൻ. ഇത് ഉപയോഗിച്ചിട്ടുള്ള കണക്കുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ആദ്യം ചെയ്യാനുള്ളത്. ഈ ചിഹ്നങ്ങൾ മറക്കരുത്. ഏതാണ്? ലെസ് ദാനും ഗ്രേറ്റർ ദാനും. അത് ഉപയോഗിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ഇനി നമുക്ക് പേജ് നമ്പർ 66 2 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം ഞാനൊന്ന് വായിക്കാം. ചുവടെയുള്ള ഓരോ ജോഡി ഭിന്നസംഖ്യകളിലും വലുതും ചെറുതും ഏതാണെന്ന് കണ്ടുപിടിക്കുക. ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന ചിഹ്നം ഉപയോഗിച്ച് എഴുതുക എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് 2/5 അതുപോലെ തന്നെ 3/5 ഇതിൽ ഏതാണ് ചെറുത് അല്ലെങ്കിൽ വലുത് എന്ന് നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2ലും ഡിനോമിനേറ്ററുകൾ എന്താണ്? സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2/5, 3/5. ഏതാണ് ചെറുത്? 2/5. അപ്പോൾ 2/5 ലെസ് ദാൻ 3/5 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ചോദ്യം 2/5, 2/3. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2/5, 2/3.
ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല, പക്ഷെ എന്താണ്, ന്യൂമറേറ്റർ ആണ് സെയിം. ന്യൂമറേറ്റർ ആണ് സെയിം എങ്കിൽ ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്റർ നോക്കി ഏതാണോ ഡിനോമിനേറ്റർ ഏത് നമ്പറാണ് ചെറുത്, 3 ചെറുത്. അപ്പോൾ ഇത് ചെറുത്, ഇതായിരിക്കും എന്ത്, വലുത്. അതായത് ഇതിൽ ചെറിയ നമ്പർ ഞങ്ങൾ എഴുതാം 2/5, 2/3. ഇതിലെ ഡിനോമിനേറ്റർ ഡിഫറൻറ്റും ന്യൂമറേറ്റർ സെയിമുമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിലേതാണ് വലുത് ചെറുത് എന്ന് കണ്ടുപിടിക്കാൻ ഡിനോമിനേറ്ററിൽ താഴെയുള്ള നമ്പറിൽ ഏതാണോ ചെറുത് അതായിരിക്കും എന്ത്, വലിയ ഭാഗം. അപ്പം എന്ത് ചെയ്ത്, ലെസ് ദാൻ. ഇതിനർത്ഥം മനസ്സിലാക്കുക എങ്ങനെയാ വെച്ചാൽ ഈ കൂർത്ത ഭാഗമായിരിക്കും ഇവിടെ എന്ത്, ഇവിടേക്കല്ലേ ചെറുതിരിക്കുന്നത്, കൂർത്ത ഭാഗം ചെറുതും വായ തുറന്നിരിക്കുന്ന ഭാഗം വലുതും. നമുക്ക് പറയാം ഡിനോമിനേറ്ററിൽ ഏതാണോ ചെറുത് അതായിരിക്കും വലുത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഏതാണോ ചെറുത് അതായിരിക്കും വലുത്. അപ്പോൾ 2/3 ചെറുതാണ് 2/5 എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2/5 3/4. ഇതിൽ ഡിനോമിനേറ്ററും സെയിം അല്ല, ന്യൂമറേറ്ററും സെയിം അല്ല. ഡിനോമിനേറ്ററും സെയിം അല്ല, ന്യൂമറേറ്ററും സെയിം അല്ല. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് മനസ്സിലാവാൻ ക്രോസ് ചെയ്ത് ഗുണിക്കുക. 2 × 4 8 ബൈ ഇനി 3 × 15 3 × 5 15. ഇനി 5 × 4 എത്രയാണ്, 20. രണ്ടിലും 20 എഴുതി. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ഡിനോമിനേറ്റർ എന്തായി, സെയിം ആയി കഴിഞ്ഞാൽ ഇതിലേതാണ് ന്യൂമറേറ്ററിൽ വലുത്, 15. ഇതാണ് വലുത്. അപ്പോൾ 15/20 ഇത് വലുതാണ്, ഇതിനെക്കാട്ടി ചെറുതാണ് 8/20. 15/20 ചെറുതാണ് 8/20. നമുക്ക് പറയാം 15/20 3/4 മാറ്റിയതാണ്. അപ്പം 3/4 വലുതും 2/5 ചെറുതും. 3/4 ചെറുതാണ് 2/5. ഇനി നാലാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. 13/7 അതുപോലെ തന്നെ 2/9. 1 2 3 ചെയ്തു നമ്മൾ. 2/5 3/4. നാലാമത്തെ ചോദ്യം വായിക്കാം. നാലാമത്തെ ചോദ്യം 3/7 2/9. നാലാമത്തെ ചോദ്യം. ഇനി അഞ്ചാമത്തെ ചോദ്യം ഞാനിവിടെ എഴുതാം. അഞ്ചാമത്തെ ചോദ്യം 2/7 3/8. ആറാമത്തെ ചോദ്യം 4/9 3/8. നമുക്ക് നോക്കാം. ഇവിടെ 3/7 ഉണ്ട്, അതുപോലെ തന്നെ 2/9 ഉണ്ട്. അപ്പോൾ നോക്കി നോക്കാം, ഇതിൽ എന്തല്ല, ന്യൂമറേറ്ററും സെയിം അല്ല, ഡിനോമിനേറ്ററും സെയിം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്ത് ഗുണിക്കുക. 3 × 9 27 ബൈ 7 9 63. ഇനി 2 × 7 14 ബൈ 63. ഇനി ഡിനോമിനേറ്റർ സെയിം ആയി, ന്യൂമറേറ്റർ ഇവിടെ 27 ഇവിടെ 14. ഇതിലേതാണ് വലുത്, 27/63 വലുത്. അപ്പോൾ വലിയ ഭാഗം വലുത് എപ്പോഴും വായ തുറന്നിരിക്കുകയാണ്, മനസ്സിലാക്കുക. അപ്പോൾ ഇത് വലുത്, ഇത് ചെറുത്. അപ്പോൾ ഇതിനോട് മാച്ചാ, ഇതിനൊന്നും കൂടി മാറ്റിയതാണിത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം, 3/7 വലുത്, കൂർത്ത ഭാഗമായിരിക്കും എന്ത്, ചെറുത്. അപ്പോൾ 3/7 ചെറുതാണ് 2/9. അല്ലെങ്കിൽ തിരിച്ച് പറയാം, 2/9 വലുതാണ് 3/7. അപ്പോൾ ഇത് അഞ്ചാം ചോദ്യം നമുക്കൊന്ന് നോക്കിയാലോ. ഇതിൽ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എന്തല്ല, സെയിം അല്ല. നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. 2 × 8 16 ബൈ 7 56. ഇനി 3 × 7 21 ബൈ 56. ഇപ്പം എന്തായി, ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പോൾ അതിലേതാണ് വലുത്, 21, ചെറുത് 16. അപ്പോൾ വലുത് ഇതാണ്. അപ്പോൾ 21/7 അടിക്ക് വായ തുറന്ന പോലെ ഈ കൂർത്ത ഭാഗമായിരിക്കും എന്ത്, ചെറുത്. അപ്പോൾ നമുക്ക് പറയാം
3/8 ചെറുതാണ് 2/7. ഇനി ഇതിൽ 4 × 8 32, 9 × 3 27. ഇനി 9ഉം 8ഉം തമ്മിൽ ഗുണിക്കുക. 8 9 72. രണ്ടിനും താഴെ ഡിനോമിനേറ്ററിൽ എഴുതി. ഇനി നോക്കി നോക്ക്, ഇവിടെ 32 27. ഇതിൽ ഏതാണ് വലുത്? 32 വലുത്. അപ്പം ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക? വായ തുറന്ന പോലത്തെ ഭാഗം ഇടുക. മറ്റേ ഭാഗം കൂർത്ത ഭാഗമായിരിക്കും ചെറുത്. നമുക്ക് എന്താ മനസ്സിലായി? 27/72 വലുതാണ് 32/72 എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഞാൻ ആദ്യം എന്ത് ചെയ്യാം? ചോദ്യം ഒന്ന് വായിക്കാം. ചോദ്യം പറയാം. ചുവടെയുള്ള ഓരോ 3 ഭിന്നസംഖ്യകളെയും ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ ലെസ് ദാൻ ചിഹ്നം ഉപയോഗിച്ച് എഴുതുക. ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പം ഞാൻ ആദ്യത്തെ ചോദ്യം എന്ത് ചെയ്യാം? എഴുതാം. ആദ്യത്തെ ചോദ്യം 2/5, 3/4, 3/5. നമ്മളോട് ലെസ് ദാൻ ഈ ചിഹ്നം ഉപയോഗിച്ചിട്ട് ഇതിനെ മാറ്റി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ 3 എണ്ണത്തിൽ 2 എണ്ണത്തിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്. അപ്പം ഞാൻ ആദ്യം അതെടുത്തു. 2/5 അതുപോലെ 3/5. ഈ ചിഹ്നമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിലേതാണ് വലുത്? വലുത് 2 ആണോ 3 ആണോ? 3. അപ്പോൾ ആ ഭാഗത്തേക്ക് വായ തുറന്ന് മറ്റേത് ചെറുത്. ഇനി നമുക്കൊരു സംഖ്യയും കൂടി എന്ത് ചെയ്യാനുണ്ട്? മാറ്റാനുണ്ട്. ഇത് രണ്ടും നമ്മൾ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഇതും ഈ നമ്പറും ഇതിലേതാണ് വലുത്? അതെടുക്കുക. 3/5ഉം 3/4 എടുക്കുക. ഇതും നമുക്കിനി ചെയ്യാനുള്ള നമ്പർ എടുക്കുക. ഇനി എന്ത് ചെയ്യുക? ഇവിടെ ന്യൂമറേറ്റർ മുകളിലത്തെ ഭാഗം എന്താണ്? സെയിം ആണ്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ഡിനോമിനേറ്ററിൽ ഏതാണോ ചെറുത് അതായിരിക്കും വലുത്. മറക്കരുത്. ഡിനോമിനേറ്ററിൽ ഏതാണോ ചെറുത് അതായിരിക്കും വലുത്. ഇനി അപ്പം നമുക്ക് എന്ത് ചെയ്യുക? ചിഹ്നങ്ങളാക്കി എഴുതുമ്പോൾ ആദ്യം 2/5 ലെസ് ദാൻ എത്രയാണ്? 3/5 ലെസ് ദാൻ 3/4. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം 3/7, 2/9, 2/7. അപ്പോൾ ഇതിൽ ഡിനോമിനേറ്റർ സെയിം ആയത് 7ഉം 3/7ഉം അതുപോലെ 2/7 എടുത്തു. ഇതിൽ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ 2, 3. അപ്പോൾ ആദ്യം ചെറുതുള്ളത് ഞാൻ ആദ്യം എന്ത് ചെയ്യാം? ഒന്ന് ഓർഡർ ആക്കി എഴുതാം. അപ്പോൾ 2/7, 3/7 എടുത്ത്. ഇതിലേതാണ് വലുത്? വലുത് 3 ആണ്. അപ്പോൾ അവിടേക്ക് വായ തുറന്ന പോലെ നമുക്ക് ഈ ചിഹ്നം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ 3/7 വലുത്, 2/7 ചെറുത്. ഇനി എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഏതാണോ നമ്പർ കിട്ടിയത് അതും അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏതാണ്? ഇവിടെ 2/9, ഇവിടെ 2/7. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ രണ്ടിൻ്റെയും എന്ത് സെയിം ആണ്? ന്യൂമറേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 2/9ഉം 2/7ഉമാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ്? നമുക്ക് ഈ ചിഹ്നം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറുത് വലുത്. അപ്പോൾ ലെസ് ദാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ, അംശം സെയിം ആണെങ്കിൽ, ഒരേ സംഖ്യയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഏതാണോ ചെറുത് അതായിരിക്കും വലുത്. അപ്പോൾ 7 ചെറുത്, അപ്പോൾ അതായിരിക്കും വലുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. അപ്പോൾ ആദ്യം എഴുതുമ്പോൾ ഇത് ചെറുത്, അപ്പോൾ നമുക്ക് മാറ്റി എഴുതാം. 2/7, 3/7, പിന്നെ 2/9. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 2/7, 2/9 കിട്ടിയിട്ടുണ്ട്. ഇതിൽ നോക്കി നോക്കാം. നമുക്ക് 2/9, 3/7 അതുപോലെ തന്നെ 2/9, 2/7, 3/7. ഇതിൽ 3 തമ്മിൽ നോക്കുമ്പോൾ ഇത് രണ്ടും ഞാൻ ആദ്യം എടുത്തു. ഇതിൽ 2/9 ആണോ 2/7 ആണോ ചെറുത് എന്ന് നോക്കണം. ഇനി
2/9 3/7 3/7 2/7. ഇതിൽ നമുക്കറിയാം ഡിനോമിനേറ്ററിൽ ഏതാണോ വലുത്, ഡിനോമിനേറ്ററിൽ ഏതാണോ ചെറുത് അതായിരിക്കും വലുത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നോക്കുമ്പോൾ ഏതാണ് വലുത്? 2/7. ഏതാണ് ചെറുത്? 2/9 2/7. പിന്നെ ഏതായിരിക്കും? 3/7. ലെസ് ദാൻ. ഒന്നുകൂടി പറയാം, ഡിനോമിനേറ്ററിൽ ഏതാണോ ചെറുത് അതാണ് വലുത്. അപ്പം അതിനേക്കാൾ ചെറുതായിരിക്കും ഇത്. അപ്പം 2/9. പിന്നെ 2/7 എഴുതുക, പിന്നെ 3/7 എഴുതി. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഞാനൊന്ന് വായിക്കാം. 1/2 1/3 2/3. ഇവിടെ 1/2 1/3 ഉണ്ട്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 1/2 2/3. അപ്പോൾ ഞാൻ ആദ്യം ഇതിലെ ഒരുപോലെ ഡിനോമിനേറ്റർ എടുത്തു. 1/3 2/3. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററിൽ ഏതാണോ വലുത്, 2 അല്ലേ വലുത്, അപ്പോൾ ഈ ചിഹ്നം വലുതിൻ്റെ ഭാഗം എപ്പോഴും വായ തുറന്ന പോലെ. ഇനി നമ്മൾ അടുത്തത് നമുക്ക് ഈ ചിഹ്നം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അത് മറക്കരുത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് 1/2 നോക്കാനുണ്ട്. 1/2 ഇവിടെ നോക്കി നോക്ക്. ഇവിടെ 1/3 ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. 1/2 1/3 എടുത്തു കഴിഞ്ഞാൽ ഞാൻ എടുത്തു. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്റർ മുകൾ ഭാഗം ഒരുപോലെയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ താഴെ നോക്കുക, ഏതാണോ ചെറുത് അതായിരിക്കും വലുത്. മുകൾ ഭാഗം അംശം തുല്യമാണെങ്കിൽ ഛേദത്തിലെ ഏതാണോ ചെറിയ നമ്പർ അതായിരിക്കും എന്ത്, വലുത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കിട്ടി 1/3 2/3 1/2. ഇതിൽ നോക്കുമ്പോൾ 1/3 1/2 മുകൾ ഭാഗം സെയിം ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഏതാണോ നമ്പർ, ഇതിലേതാണോ ചെറുത് അതായിരിക്കും വലുത്. അപ്പോൾ മറ്റേത് എന്തായിരിക്കും, ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം 1/3 1/2 2/3 എഴുതുക. എന്ത് ചെയ്യുക, ചിഹ്നം എടുക്കുക. ഇത് രണ്ടും എടുക്കുമ്പോൾ ഇതാണ് വലുത്. അപ്പോൾ 1/3 ലെസ് ദാൻ 1/2 ലെസ് ദാൻ 2/3. ഇനി നമുക്ക് ഈ അധ്യായത്തോട് കൂടിയിട്ട് ഓണപ്പരീക്ഷയ്ക്കുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്യാം. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം, പഠിച്ചതിന് ശേഷം വേണം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.